ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ഒരു ജൈൻ ടെമ്പിളാണ്. അത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഒരു ജൈൻ ടെമ്പിളാണ്. കേരളത്തിൽ പൊതുവെ ജൈനന്മാർ വളരെ കുറവാണ്. ഇത് കർണാടകത്തിൽ നിന്ന് വന്ന ജൈനന്മാർ പണിതുയർത്ത ക്ഷേത്രമാണ് ജൈൻ ടെമ്പിള്. അപ്പം ഇതിൽ ഒരുപാട് ചരിത്രം ഉറങ്ങുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ഇവിടെ വളരെ മനോഹരമാണ്, അതേപോലെ വളരെ ക്ലീനാണ്. സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട് പുറത്ത്. അപ്പോൾ സെക്യൂരിറ്റി ഇരിക്കുന്ന കൗണ്ടറാണത്. നേരെ നമ്മൾ ഒന്ന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമേ നമ്മളെ ഇതിനുള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. അവർ പേരെഴുതി ഒപ്പിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. ഈ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ജൈനക്ഷേത്രമാണ്. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ വയനാട് പ്രദേശം കീഴടക്കിയപ്പോൾ ഇവിടെയുണ്ടായിരുന്ന ജൈനക്ഷേത്രം തൻ്റെ സൈന്യത്തിൻ്റെ ആയുധശാലയെ ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ ക്ഷേത്രമാണ് ഇന്നത്തെ പ്രശസ്തമായ ജൈൻ ടെമ്പിൾ സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്നത്. ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് വരാൻ കാരണം ഈ ടിപ്പുവിൻ്റെ ആയുധശാലയ്ക്ക് ബാറ്ററി എന്നാണ് പറയുന്നത്. അപ്പം ടിപ്പു സുൽത്താൻ്റെ ആയുധശാല എന്ന പേരിലാണ്. ആദ്യം ഇത് ഒരു ജൈനക്ഷേത്രമായിട്ട് പണിതുയർത്തതാണ്. അതിനുശേഷമാണ് ആയുധശാലയാക്കിയത്. അതായത് ഹൈദരാലി, ടിപ്പു സുൽത്താൻ ഇവരുടെയൊക്കെ പടയോട്ട കാലത്ത് ഇതൊരു അവരുടെ ആയുധശാലയാക്കി മാറ്റിയതാണ്. ഇതാണ് ഇവിടുത്തെ കിണർ. പൊതുവേ നമ്മൾ റൗണ്ടിലുള്ള കിണറാണ് കണ്ടിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇത് ചതുരത്തിലാണ്. ഏകദേശം 2000 വർഷം പഴക്കമുള്ള കിണറാണിത്. അതിനുൾഭാഗമൊക്കെ കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇതാണ് ജൈനക്ഷേത്രം. ഈ ക്ഷേത്രം തന്നെ മൊത്തവും കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ റൂഫ് പോലും കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ വന്നിരിക്കാനൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ നല്ലൊരു സുഖമാണ് ഇവിടെ. കണ്ടോ, അതുപോലെ ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടൊക്കെ ഇത് മാറിയിട്ടുണ്ട്. ഇത് കണ്ടോ, കരിങ്കല്ലിലുള്ള തൂണുകളാണ്. ആ തൂണിൽ തന്നെ പലതും കൊത്തി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ പല കാര്യങ്ങളും പണ്ടേ കൊത്തി വെച്ചിട്ടുണ്ട്. കരിങ്കല്ലിൽ കൊത്തിയ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കാം. കണ്ടോ, വളരെ നല്ല ഭംഗിയാണ്. അന്നത്തെ കലാകാരന്മാർ കൊത്തി വെച്ചിട്ടുണ്ടാകാതായിരിക്കാം. എന്ത് രസമാണല്ലേ. ഇതിനോട് ചുറ്റിലും മതിൽ പണിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങൾക്ക് ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് നിധിയൊക്കെ ഇതിൻ്റെ പരിസരങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ടാവും. കണ്ടോ, ഇതെല്ലാം ആ തൂണുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തൂണിൽ ഒരു പാമ്പിൻ്റെ ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ചെയ്തതാണ്. അതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ടാവാം. അതായത് അതിൻ്റെ തലയില വഴി എങ്ങനെ നോക്കിയാലും വാല് വരെ എത്താൻ പറ്റില്ല. അത് ഇതിനുള്ളിലെ അറയിലേക്കുള്ള ഒരു വഴി എന്ന നിലയിലേക്കായിരിക്കാം അങ്ങനൊരു ചിത്രം കൊത്തി വെച്ചിട്ടുണ്ടാവുക. കണ്ടോ, ഇവിടെ എല്ലാം കുറേ ചിത്രം കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ. എത്ര കാലം പഴക്കമുള്ളതാണല്ലേ. ശരിക്കും ഇതിനുള്ളിൽ വരുന്ന എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഈ ചരിത്രം എങ്ങനെയാണ്, അന്നുണ്ടായ രീതികളെക്കുറിച്ചൊക്കെ ആരാണെങ്കിലും നമ്മൾ ഇതിനുള്ളിൽ വരുമ്പം നമ്മളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കും. അങ്ങനെ നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരു ബുദ്ധൻ്റെ ചിത്രമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിനുള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. ഈ ചുമരിലെല്ലാം തൂണുകളിലെല്ലാം ഓരോ ചിത്രങ്ങളും മനോഹരമായി തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല ഉറപ്പുള്ളൊരു ഗേറ്റൊക്കെ പണിഞ്ഞത് പൂട്ടിയിട്ടേക്കുകയാണ്.
അതിനുള്ളിൽ ഇവിടെ നോക്കുമ്പോൾ നേരെ കാണുന്ന ഒരു അറയിൽ ഒരു ഇരിപ്പിടം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇരിപ്പിടം. ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്കതവിടെ ഈ കരിങ്കല്ല് കൊണ്ടുള്ള കുറേ തൂണുകൾ കാണാൻ സാധിക്കും. അതേപോലെ നേരെ നോക്കുമ്പോൾ ഒരു അറ പോലെ കാണുന്നുണ്ട്. ആ അറയ്ക്കുള്ളിൽ ഒരു ഇരിപ്പിടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഇരിപ്പിടത്തിൽ എന്തോ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ റൂഫിൽ മുകളിലൊരു ഹോളുണ്ട്. മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനുള്ളിലേക്ക് വെള്ളം വീഴുന്നുണ്ടാവാം. അതിമനോഹരമാണ്. ഇത് നമുക്ക് സൈഡിൽ കൂടെ വരുമ്പോൾ കാണുന്ന ഒരു വാതിലാണ്. അതിനുള്ളിലെ കാഴ്ചകൾ കണ്ടോ. അതിനുള്ളിൽ ഇതേപോലെ നമുക്ക് അവിടുന്ന് ഫ്രണ്ട് വശത്തുനിന്ന് കാണാൻ കഴിയുന്നത് പോലെ ഇതൊരു സൈഡ് ഭാഗമാണ് കേട്ടോ. ഒരു ജയിൽ പോലെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇതൊരു ആയുധപ്പുരയായിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. കരിങ്കല്ല് കൊണ്ട് പണിഞ്ഞിട്ടുള്ളത് കൊണ്ടാവാം ഇതിനുള്ളിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ റൂഫൊക്കെ നോക്ക്, ഫുള്ള് കരിങ്കല്ല് കൊണ്ട് പണിഞ്ഞതാണ്. ഈ കരിങ്കല്ലുകൾ മൈസൂരിൽ നിന്ന് വരുത്തിച്ച് ചെയ്തതാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ നമുക്കൊരു അമ്മിക്കല്ല് കാണാൻ കഴിയും. അത് പണ്ട് ചന്ദനമൊക്കെ അരച്ചതൊക്കെ ആയിരിക്കാം, നമുക്ക് കൃത്യമായി അറിയില്ല. കണ്ടോ എന്ത് ഭംഗിയാണ്. ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പും നല്ലൊരു സുഖമാണ്. ഒരുപാട് ആളുകൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.